ഇവിടെ ബഹുമാനപ്പെട്ട എല്ലാ സ്പീക്കറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ദേശീയ നേതാവും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുടെ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു രക്ഷകൻ എന്ന് വിളിച്ചാൽ തെറ്റില്ല. കാരണം അതിനു മുമ്പുള്ള കാലഘട്ടം അദ്ദേഹം 91 ഫൈനാൻസ് മിനിസ്റ്ററായി വരുന്നതിന് മുമ്പുള്ള കാലഘട്ടം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. രാജ്യത്തിൻ്റെ കരുതൽ ശേഖരം പണയം വെച്ച് ഒരു രക്ഷയില്ലാതെ നമ്മൾ മേലോട്ട് നോക്കി നിന്ന ഒരു സമയത്താണ് 91 ശ്രീ മൻമോഹൻ സിംഗ് ഫൈനാൻസ് മിനിസ്റ്ററായി വരുന്നത്. സാന്ദർഭികമായി ആ സമയത്താണ് ഇവിടെ കരുണാകരൻ മിനിസ്റ്റർ വന്ന് ഞങ്ങൾക്ക് മന്ത്രിസഭയിലുണ്ടായത്. ഒരു ഫൈനാൻസ് മിനിസ്റ്റർ എന്നുള്ള നിലക്ക് അന്ന് ശ്രീ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന സാമ്പത്തിക പരിഷ്കാരങ്ങളില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ സമ്പദ്ഘടന തകർന്ന് തരിപ്പണമായി ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഇന്നിപ്പോൾ നോർത്ത് കൊറിയ മാതിരിയുള്ള ഒരു സ്ഥിതിയിലേക്ക് പോകുമായിരുന്നു. അതില്ലാതെ എല്ലാ എതിർപ്പുകളെയും മറികടന്ന് സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടത്തി ധീരമായി മുന്നോട്ട് പോകുന്നതാണ് കണ്ടത്. ഞങ്ങൾ ഇവിടെയൊക്കെ വലിയ അഡ്വൈസും അതുപോലെ തന്നെ വലിയ സഹായമാണ്. കരുണാകരൻ മിനിസ്ട്രിയുടെ കാലത്ത് കേരളത്തിലുണ്ടായ വലിയ ഡെവലപ്മെൻറ്റൊക്കെ വാസ്തവത്തിൽ വലിയ ഹെൽപ്പാണ് അദ്ദേഹത്തിൻ്റെ അത് കിട്ടിക്കൊണ്ടിരുന്നത്. സാർ ഞാനവർക്ക് അത് കഴിഞ്ഞ് 2001 ആൻ്റണി ഗവൺമെൻറ് വന്ന സമയത്ത് അദ്ദേഹം പ്രതിപക്ഷത്ത് ഒപ്പോസിഷൻ ലീഡറാണ്. അന്ന് നമ്മളിവിടെ ക്ഷണിച്ചു കൊടുത്ത് അഡ്വൈസ് വാങ്ങി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന്. അന്നാണ് അദ്ദേഹം എമർജിങ് കേരള നടത്താനും അന്ന് നടത്താനില്ല അതൊരു വലിയ സംഭവമായിരുന്നു. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്യുക എന്നല്ലാതെ നിങ്ങൾക്കൊരു രക്ഷയില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഇനീഷ്യൽ. അതിൻ്റെ ഒരുപാട് അനന്തര ഫലങ്ങൾ ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നതിൻ്റെ കാരണമൊക്കെ ആ ഓപ്പണിങ്ങാണ്. ഒരു ക്ലോസ്ഡ് എക്കണമിയായി തകർന്നു പോകുമായിരുന്ന ഒരു വലിയ രാജ്യത്തെ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഫാർസൈറ്റും കഴിവുമാണ് ഒരു പക്ഷേ തകരാതെ നോക്കിയത്. സമ്പത്ത് ഉണ്ടാക്കി സമ്പത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത അനവധി നിയമങ്ങൾ, അപ്പോൾ എത്ര പരിഷ്കാരങ്ങളാണ് സാർ. ഒരു വലിയ ലിസ്റ്റുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ധന ഡിസ്ട്രിബ്യൂഷൻ. ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്, മൈനോറിറ്റി സച്ചാർ കമ്മീഷനൊക്കെ അദ്ദേഹത്തിൻ്റെ സമയത്ത് വന്ന ഐഡിയാസാണ്. ഈ കാര്യങ്ങൾ എല്ലാവർക്കും എത്തണം എന്നുള്ള നിലയിൽ സമ്പത്തുണ്ടാക്കി സമ്പത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഇന്ത്യയെ ഒരു പതനത്തിൽ നിന്ന് രക്ഷിച്ച ഒരു സാമ്പത്തിക വിദഗ്ധൻ, അതുപോലെ തന്നെ ഫിനാൻസ് മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ, അതൊക്കെയായിരുന്നു അദ്ദേഹം. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരക്ഷരം ഇങ്ങോട്ട് മിണ്ടാതെ കേൾക്കുകയും അത് കഴിഞ്ഞ് ഫോണെടുത്ത് ബന്ധപ്പെട്ട മന്ത്രിയെ വിളിച്ചത് ചെയ്തു കൊടുക്കാൻ പറയുകയും ചെയ്യുന്ന വലിയ ലിബറലായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എടുത്ത ഒരു പ്രൈം മിനിസ്റ്റർ, ധനകാര്യമന്ത്രിയും പ്രൈം മിനിസ്റ്ററുമായിരുന്നു അദ്ദേഹം എന്നുള്ളത് അനുഭവത്തിൽ നിന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിയോഗം രാജ്യത്തിന് വലിയ നഷ്ടമാണ്, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വലിയ നഷ്ടമാണ്, പ്രത്യേകിച്ച് കേരളത്തിനും. അദ്ദേഹം പ്രൈം മിനിസ്റ്റർ കേരളത്തിന് ഒരുപാട് മന്ത്രിസഭാ പ്രാതിനിധ്യം കിട്ടിയത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനത്തെ വളരെ ഇന്ത്യയെ ഒരു തകർച്ചയിൽ നിന്ന് രക്ഷിച്ച് ഒരു നിലയിലെത്തിച്ച ഒരു പ്രൈം മിനിസ്റ്റർ എസ്റ്റാബ്ലിഷ് ചെയ്തു പോയ പിന്നീട് വരുന്ന എല്ലാവരും അതേ സാമ്പത്തിക പരിഷ്കാരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എതിർപ്പ് താത്വികമായി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ലോകം പോണ വഴിക്ക് നമ്മൾ പോയില്ലായിരുന്നെങ്കിൽ എന്താ കഥ? അപ്പോൾ ആ ഒരു നിലയിൽ മൻമോഹൻ സിംഗ് എന്നും സ്മരിക്കപ്പെടും. ഈ വിയോഗത്തിൽ ഞാനും എല്ലാവരോടൊപ്പം ചേരുകയാണ്.